ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയോ ഒരു ഇന്ത്യൻ ആവറേജ് ഡെയിലി 4.7 ഹവേഴ്സ് സോഷ്യൽ മീഡിയാസിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് 4 മണിക്കൂറാക്കി എടുക്കുകയാണെങ്കിലും അപ്പോൾ ഒരു മാസത്തിൽ 5 ദിവസം ആൻഡ് ഒരു വർഷത്തിൽ 2 മാസം വെറും ഈ സ്ക്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം അയാൾ വേസ്റ്റ് ചെയ്യുന്നു. വർഷത്തിലെ 2 മാസം എന്നുള്ളത് ഒരിക്കലും ഒരു നിസ്സാര കാലയളവല്ല. ബട്ട് ചില ആളുകൾ ഇതിനെ ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും യൂസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മെജോറിറ്റി ആളുകളും അവരുടെ ടൈം ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിവയിൽ റീൽസ് കണ്ട് വേസ്റ്റ് ചെയ്ത് കളയുന്നു. ആൻഡ് അതിനുശേഷം അവർ പറയും എനിക്കായിട്ട് ഒരു സമയം വരുമെന്ന്. യെസ്, നിങ്ങൾക്കായിട്ട് തീർച്ചയായിട്ടും ഒരു സമയം വരും. ബട്ട് അതൊരിക്കലും നല്ല സമയമായിരിക്കില്ല, നിങ്ങളുടെ മോശം സമയമായിരിക്കും. ഈ അഡിക്ഷൻ എത്ര ഡേഞ്ചർ ആണെന്നാൽ ഇതിലൂടെ നിങ്ങളുടെ കൺമുമ്പിൽ നിന്ന് നിങ്ങളുടെ ജീവിതം കൈവിട്ടു പോകുന്നത് നിങ്ങൾ കാണേണ്ടതായിട്ട് വരും. എന്നാലും നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സോ ഈ ഒരു ട്രാപ്പിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കണമെങ്കിൽ അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ഫസ്റ്റ്, അടുത്ത 30 ദിവസം ടാർഗറ്റ് ചെയ്ത് നിങ്ങളുടെ മുഴുവൻ മനസ്സും അർപ്പിച്ച് ഇത് ചെയ്തു നോക്കുക. ആൻഡ് ഈ ഒരു സോഷ്യൽ മീഡിയ എന്നുള്ള ഫേക്ക് ആയിട്ടുള്ള ഈ ഒരു ലോകത്തിൽ നിന്ന് പുറത്തു വന്ന് റിയൽ ആയിട്ടുള്ള ഈ ഒരു ലോകത്തിൽ ഒരു ഫ്രീ ആൻഡ് സക്സസ്ഫുൾ ലൈഫ് നിങ്ങൾ ജീവിക്കുക. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ബിഗിൻ. നമ്പർ 5, ഡിലീറ്റ് all the useless social media apps or turn off your social media notification. ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾ ബെല്ലടിക്കും അല്ലേ? പക്ഷെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന്? കാരണം ഈ ഒരു ബെല്ലിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ കാതിലേക്ക് പോയി ദൈവത്തിൻ്റെ ശ്രദ്ധ നിങ്ങളിലേക്ക് പതിയും. സോ സോഷ്യൽ മീഡിയ ആപ്സും ഇതുപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബട്ട് വ്യത്യാസം എന്താണെന്നാൽ ക്ഷേത്രത്തിൽ അടിക്കുന്ന മണിയിലൂടെ നിങ്ങൾക്ക് നല്ലത് സംഭവിക്കും. എന്നാൽ ഈ ഒരു സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻസിലൂടെ ഈ ഒരു സോഷ്യൽ മീഡിയ കമ്പനീസ് കൂടുതൽ സമയം അവരുടെ ആപ്സ് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം വേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്നു. സോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടാത്ത എല്ലാ സോഷ്യൽ മീഡിയ ആപ്സിനെയും നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. ബട്ട് പെട്ടെന്ന് നിങ്ങൾക്കിതിന് സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ എല്ലാ ആപ്സിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ഓഫാക്കുക. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളിങ്ങനെ നോട്ടിഫിക്കേഷൻസ് ഓഫാക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് വന്ന മെസ്സേജിനെ പറ്റി അറിയാൻ വളരെ ക്യൂരിയസ് ആയിട്ട് മാറും. ബട്ട് എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു ആപ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യരുത്. ആദ്യത്തെ 5-6 ദിവസം ഈ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് വരാത്തതുകൊണ്ട് തന്നെ ഇതിലൂടെ നിങ്ങളുടെ കാതുകൾ അതുമായിട്ട് പൊരുത്തപ്പെടും. ബട്ട് നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ മൊബൈലിനെ നോക്കി പോകും. ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈകളെ റൈറ്റിംഗ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയിൽ ബിസിയാക്കി വയ്ക്കുക. ബട്ട് ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സംശയം വന്നിട്ടുണ്ടായിരിക്കും, ഈ നോട്ടിഫിക്കേഷന് ഒരാളുടെ ലൈഫിനെ തന്നെ ഡാമേജ് ചെയ്യാൻ സാധിക്കുമോ എന്ന്. ഇതേപ്പറ്റി ആരൊക്കെയാണോ ഇതിൽ നന്നായിട്ട് അഡിക്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അഡിക്റ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉള്ളത് അവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും. ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഉടനെ അത് നിർത്തി ആ ഒരു നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഫ്രണ്ട്സ്, നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ സോഷ്യൽ മീഡിയ ആപ്സിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ഓഫ് ചെയ്യുക. ഇനി നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് കേട്ടാൽ മാത്രമേ ഹാപ്പി ആകൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ യുവർ ബാങ്ക് ഹാസ് ബീൻ ക്രെഡിറ്റഡ് വിത്ത് ദ എമൗണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ട് ഹാപ്പി ആവുക. ഫ്രണ്ട്സ്, ഇനി നിങ്ങളും ഇത്തരത്തിൽ അഡിക്ഷൻസ്, ഓവർ തിങ്കിങ്, ലേസിനെസ്, ടെൻഷൻ ഇതുകൊണ്ടൊക്കെ ഒരുപാടധികം ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ ഇതിനൊക്കെ ഓവർകം ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ എത്രയും പെട്ടെന്ന് ഒന്ന് ഇമ്പ്രൂവ് ആക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഓവറോൾ പേഴ്സണാലിറ്റി ഇതിനൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും. സോ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്ന് ഇമ്പ്രൂവ് ആക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്പർ 4, ഗെറ്റ് എ ന്യൂ ഹോബി ഔട്ട്സൈഡ് ഓഫ് സോഷ്യൽ മീഡിയ. നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളൊന്ന് പുറത്തു പോകാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പറയുന്നു എനിക്ക് സമയമില്ല എന്ന്. ഫ്രണ്ട്സ്, ശരിക്കും നിങ്ങൾ അത്രയും ബിസിയാണോ? ഒന്ന് പുറത്തു പോകാൻ പോലും നിങ്ങൾക്ക് സമയമില്ലേ? ഫ്രണ്ട്സ്, സത്യം എന്താണെന്നാൽ നിങ്ങൾക്കിവിടെ സമയമില്ലാത്തതുകൊണ്ടല്ല, ആക്ച്വലി നിങ്ങൾ ഒരുപാടധികം ഡിസ്ട്രാക്റ്റ് ആണ്. സംശയം ഉണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം നിങ്ങളുടെ സോഷ്യൽ മീഡിയാസൊക്കെ ഉപേക്ഷിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് എത്രയേറെ സമയം ഇവിടെ ലഭിക്കുന്നുണ്ടെന്ന്. ആൻഡ് ഇതിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം സമയം സേവ് ചെയ്യാൻ സാധിക്കുമെന്നാൽ ഈ ഒരു ടൈം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു സ്കില്ല് പഠിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ഹോബി ക്രിയേറ്റ് ചെയ്യാം, ലൈക്ക് റീഡിങ്, റൈറ്റിംഗ്, സ്പോർട്സ് എറ്റ്സെട്ര.
ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു അഡിക്ഷനെ മാത്രമല്ല നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നത്, ഇതിലൂടെ ഒരു പുതിയ കാര്യം പഠിച്ച് നിങ്ങൾക്ക് നിങ്ങളെ ഇംപ്രൂവ് ആക്കാനും സാധിക്കും. ആൻഡ് നിങ്ങളുടെ ഒരു പുതിയ വേർഷനെ ഈ ഒരു ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കും. നമ്പർ 3, സ്പെൻഡ് യുവർ പ്രീഷ്യസ് ടൈം വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ടൈം വളരെ പ്രീഷ്യസ് ആണ്, കാരണം സമയത്തേക്കാൾ മൂല്യമേറിയ ഒരു കാര്യവും ഈ ലോകത്തില്ല. നമുക്ക് നഷ്ടപ്പെട്ട ടൈം നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല. സോ നിങ്ങളുടെ സമയത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയാസിൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് നിർത്തുക. ആ ഒരു സമയം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊപ്പം സ്പെൻഡ് ചെയ്യുക. ആൻഡ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഹാപ്പിനെസ്, നിങ്ങളുടെ പാരൻസ് നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം, ഇതിനെല്ലാം നന്നായിട്ട് ഫീൽ ചെയ്ത് എൻജോയ് ചെയ്യുക. നിങ്ങൾ പരിശോധിച്ച് നോക്കുക, നിങ്ങൾ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊപ്പം സ്പെൻഡ് ചെയ്യുന്ന ടൈം നിങ്ങളുടെ മനസ്സിന് എത്രത്തോളം കുളിർമയും സന്തോഷവും നൽകുന്നുണ്ടെന്ന്. ലൈക്ക് നമ്മൾ പറയില്ലേ, നമ്മളുടെ മനസ്സറിഞ്ഞ് സന്തോഷിക്കുക എന്നുള്ളത്, അതുപോലെ ആ ഒരു സമയത്ത് നിങ്ങളുടെ മുഖത്തിൽ വിരിയുന്ന ആ ഒരു പുഞ്ചിരി, അത് ഈ ഒരു റീൽസ് കണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫേക്ക് ആയിട്ടുള്ള ഹാപ്പിനെസ് പോലെയല്ല. ഇതാണ് യഥാർത്ഥ സന്തോഷം. ഈ ഒരു സോഷ്യൽ മീഡിയാസിന് ഒരിക്കലും ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് നൽകാൻ സാധിക്കില്ല. സോ അടുത്ത 30 ദിവസം ഒരു ഫിക്സഡ് ടൈം നിങ്ങളുടെ മൊബൈൽ മാറ്റിവെച്ച് ആ ഒരു സമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. നമ്പർ 2, മേക്ക് സോഷ്യൽ മീഡിയ എ ട്രീറ്റ്. നിങ്ങളൊരു പക്ഷേ ഡെയിലി അറ്റ്ലീസ്റ്റ് 5 മണിക്കൂറെങ്കിലും സോഷ്യൽ മീഡിയാസിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഒരു ദിവസത്തെ മെജോറിറ്റി ടൈമും നിങ്ങൾ സോഷ്യൽ മീഡിയാസിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ പ്രധാന ജോലി എന്നുള്ളത് ഈ സോഷ്യൽ മീഡിയാസ് സ്ക്രോൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഒരു ശീലം നിങ്ങൾ മാറ്റണം. ഈ ഒരു 24 മണിക്കൂർ നിങ്ങൾ 8 മണിക്കൂറുകളാക്കി തിരിക്കുക. 8 മണിക്കൂർ ഉറക്കം, 8 മണിക്കൂർ വർക്ക് ആൻഡ് 8 മണിക്കൂർ മറ്റെന്തെങ്കിലും വർക്ക്. ഇവിടെ വർക്കിന് അർത്ഥം സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുക എന്നുള്ളതല്ല. ബാക്കി വരുന്ന 8 മണിക്കൂർ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് ചെയ്യണമെങ്കിൽ അപ്പോൾ അത് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കില്ല് ലേൺ ചെയ്യുക, കളിക്കുക, പഠിക്കുക, എന്തൊക്കെയാണോ നിങ്ങളുടെ ഹെൽത്തിനും നിങ്ങൾക്കും നല്ലതായിട്ടുള്ളത് അത് ചെയ്യുക. ആൻഡ് അവസാനം വരുന്ന ആ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അത് നിങ്ങൾക്ക് ഒരു റിവാർഡായി നൽകുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു സമയവും എന്തെങ്കിലും ഒരു നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. നമ്പർ 1, ആസ്ക് യുവർ സെൽഫ് വൈ യു ആർ അഡിക്റ്റഡ് ടു സോഷ്യൽ മീഡിയ. നിങ്ങൾ സ്വയം ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ സോഷ്യൽ മീഡിയാസിൽ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്ന്. ബിക്കോസ് നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിലൂടെ നിങ്ങളുടെ സമയവും നിങ്ങളുടെ ലൈഫും പാഴാകുമെന്ന്. ബട്ട് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കാത്തടത്തോളം കാലം ഈ ഒരു ട്രാപ്പിൽ നിങ്ങൾ പെട്ടുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. ആൻഡ് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കുക, ഇതെല്ലാം വേണ്ടാത്ത കാര്യങ്ങളാണ്, ഇതെല്ലാം നിങ്ങളുടെ ലൈഫിനെ വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുമെന്ന്. സോ ഇത് ഉപേക്ഷിച്ച് ആ ഒരു ടൈം നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. ചിന്തിച്ച് നോക്കൂ, നിങ്ങളൊരു മനുഷ്യനായിട്ട് ജനിച്ചു തന്നെ നിങ്ങൾക്ക് ഇവിടെ ലഭിച്ച എത്ര വലിയ ഗിഫ്റ്റാണെന്ന്. സോ പിന്നെ എന്തിനാണ് ദൈവം നിങ്ങൾക്ക് തന്ന ഈ ഒരു ഇൻ്റലിജൻസിനെ നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത്? സോ നിങ്ങളുടെ ടൈമിനെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഈ ലോകത്തെ എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുക. നിങ്ങളിവിടെ ആയിരക്കണക്കിന് വർഷങ്ങളൊന്നും ജീവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ജീവിതം ഇവിടെ അടുത്ത 60-70 വർഷങ്ങൾ മാത്രമാണ്. സോ വർഷത്തിൽ 2 മാസം നിങ്ങൾ സോഷ്യൽ മീഡിയാസിൽ വേസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതിലൂടെ എത്ര പ്രീഷ്യസ് ആയിട്ടുള്ള ടൈമാണ് നിങ്ങളുടെ ലൈഫിൽ വേസ്റ്റ് ചെയ്യുന്നത് എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. സമയം ഒരു ബ്രഹ്മാസ്ത്രം പോലെയാണ്, അതിനെ ശരിയായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കുക. വീഡിയോയിൽ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഒരുപാടധികം മുന്നേറി പോയിട്ടുണ്ടായിരിക്കും. അതിനോടൊപ്പം നിങ്ങളുടെ സമയത്തിൻ്റെ മൂല്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇനിയും കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കാനും തുടങ്ങും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.